സ്കഫോൾ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംഗമം തൊടുപുഴയിൽ നടന്നു. സിനമൺ കൗണ്ടി റെസിഡൻസിൽ നടന്ന സംഗമവും അനുമോദന യോഗവും തൊടുപുഴ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ പഠനത്തിൽ മിടുക്കരാണെങ്കിൽ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി സംസ്ഥാന സർക്കാർ SSK വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്കഫോൾഡ്. ഇടുക്കി ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നായി ഇത്തവണ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഈ വിഭാഗത്തിൽ നിന്നും എക്സാം എഴുതിയ 25 കുട്ടികളും മികച്ച രീതിയിൽ വിജയിച്ചിരുന്നു. ഇവരെ ആദരിക്കുന്നതിനായിട്ടാണ് സ്കഫോൾഡ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംഗമം തൊടുപുഴയിൽ നടത്തിയത്. സിന്നമൺ കൗണ്ടി റെസിഡൻസിയിൽ നടന്ന പരിപാടി തൊടുപുഴ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റും ഒക്കെ അതുപോലെ നിങ്ങൾക്ക് വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാ കാര്യത്തിലും ഇടപെടുന്ന PTA-കളും ഒക്കെ ഇന്ന് സ്കൂളുകളിലുണ്ട്. ഇന്ന് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സെലക്ട് ചെയ്ത് അവരെ കണ്ടുപിടിച്ച് അവരെ ഏറ്റവും മുൻനിരയിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളും അവരെ മുൻനിരയിലേക്ക് എത്തിക്കുവാനും അവർക്ക് യാതൊരു കുറവുകളും ഇല്ലാതെ അവരെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമുള്ളവരായിട്ട് സൃഷ്ടിക്കുവാൻ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുവാൻ സഹായം നൽകുവാനും ഒക്കെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഇന്ന് നമ്മുടെ സർക്കാരും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഇടുക്കി SSK DPC D ബിന്ദുമോളുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഇടുക്കി DDE ഷാജി S മുഖ്യ പ്രഭാഷണം നടത്തി. 25 കുട്ടികളെങ്കിലും ഈ പറഞ്ഞ പ്രോഗ്രാമിലൂടെ കടന്നുപോയപ്പോൾ അവർക്കുണ്ടായ ഒരു ചേഞ്ച്, ആ ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ പഠനത്തിൽ മാത്രമല്ല, നിങ്ങളുടെ എല്ലാ മേഖലകളിലേക്കുമുള്ളൊരു ചേഞ്ചിൻ്റെ ചുവടുവയ്പ്പാണ്. വിദ്യാർത്ഥികളിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരെണ്ണം അവരുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റാണ്. ഇവിടെ അതിനൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം നമുക്ക് നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സോഷ്യൽ ഇൻട്രാക്ഷനും ആ സോഷ്യൽ ഡെവലപ്മെൻറ്റും നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതില്ലാതെ വരുന്നത് കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾ വളരെ കൂടുതലാണ്. ചടങ്ങിൽ പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഡയറ്റ് പ്രിൻസിപ്പൽ MK ലോഹിതദാസൻ സർട്ടിഫിക്കറ്റുകളും തൊടുപുഴ DO ഷീബ മുഹമ്മദ് മൊമന്റോയും വിതരണം ചെയ്തു. യോഗത്തിൽ KA ബിനിമോൻ, മൈക്കിൾ സെബാസ്റ്റ്യൻ, അനിൽകുമാർ MR, S മുത്തുലക്ഷ്മി, അനീഷ് BB തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. KM Musa Haji, founder, chairman, Al Azhar Group of Institutions, Todupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions, Todupuzha.